Hello guys. Hello guys. Welcome back to our YouTube channel. ഇന്ന് സൺഡേ ആണ്. ഇത് നെയ്ബേഴ്സ് ആണ്. കിങ്ങിണിയുണ്ട്, നിയയുണ്ട്. കിങ്ങിണിയുടെ കസിനാണ് നിയ. അപ്പോൾ കിങ്ങിണിക്ക് നാളെ സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലാണ്. അപ്പോൾ ഒപ്പനയും കലാപരിപാടികളൊക്കെ ഉണ്ട്. ഇവളാണ് മണവാട്ടിയായിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ മൈലാഞ്ചി ഇട്ട് കൊടുക്കാനായിട്ട് വന്നതാണ്. ഞാൻ മൈലാഞ്ചി ഇട്ട് കൊടുക്കുമെന്ന് ചോദിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇട്ട് തരാം. എത്ര നേരം ഇടാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അവൾക്ക് 2 കയ്യിലും വേണം, 2 കാലിലും വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇടാൻ പറ്റുന്ന അത്ര ഇടാമെന്ന് വിചാരിച്ചു. അതുമല്ല, എനിക്ക് സൺഡേ ആയതുകൊണ്ട് പള്ളിയിലും പോകണം. അപ്പോൾ എന്തായാലും കുറച്ച് ഇട്ട് കൊടുത്തിട്ട് രാത്രിയാകുമ്പോൾ ബാക്കി കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. എവിടെ വേണം? നമുക്ക് എത്ര വേണം? ചേച്ചിയുടെ ക്ലാസ്സിൽ ഞാൻ കോളേജിൽ പഠിച്ചിട്ടുണ്ടിരുന്നപ്പോൾ എൻ്റെ ഒരു സീനിയർ എത്തിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീട്ടിൽ പോയി അന്ന് പറയുമ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആയിട്ട് ഇട്ട് കഴിഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന ചേച്ചിയുണ്ട്. ആ ചേച്ചി ഒപ്പനയ്ക്ക് എപ്പോഴും ഫസ്റ്റ്. ആ ചേച്ചി തന്നെ വൈകുന്നേരം ഇട്ടാൽ സാധാരണ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഒപ്പന കളിക്കാനായിട്ട് ടീച്ചേഴ്സ് തന്നെ പിള്ളേരെ ഏർപ്പാടാക്കി തരും. സമയത്ത് 5ാം ക്ലാസ് വെച്ച് എനിക്ക് തേടായിരുന്നു ഒപ്പനയ്ക്ക്. പിന്നെ 6ാം ക്ലാസ്സിൽ സെക്കൻഡായി, 7ാം ക്ലാസ്സിൽ ഫസ്റ്റായി. ഓരോ ക്ലാസ് ഫസ്റ്റ്. പിന്നെ 8ാം ക്ലാസ് 9ഉം 10ഒക്കെ ആയപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നതാണ്. യു പി പിന്നെ ഹൈസ്കൂൾ. ഇത് ഞാൻ ചേച്ചി വിട്ട് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഓണത്തിൻ്റെ അന്ന്. പക്ഷെ ഞങ്ങൾക്ക് ഓണത്തിനൊന്നും സമയമില്ലായിരുന്നോടെ ഞാൻ ഇട്ടില്ല. ചിന്നു ചേച്ചിക്ക് ഞാൻ ഇടയ്ക്കിടും. നീ മിക്കപ്പോഴും അമ്മ എടുക്കുമ്പോൾ അമ്മ മൈലാഞ്ചി ഇടും. തലയിലിടാനോ? ഏതമ്മ? നീ അടമ്മ. ഇടയ്ക്ക് അവൾ കയ്യിൽ കൊടുക്കും. സെവൻത്ത് അല്ലേ? ഒപ്പകൊണ്ടാണോ ആദ്യം കൊടുക്കുന്നത്? ഡയറി മിൽക്ക് ആണോ? അല്ല, മറ്റേ ചെറിയ മിഠായി കിസസ്. ഏത്? ഇതോ? എനിക്ക് മനസ്സിലായി. കാണാൻ
അതറിഞ്ഞൂടാ. ഉപ്പനെനിക്ക് പാട്ടെനിക്കെന്തോന്ന് അറിഞ്ഞൂടാ. അപ്പൊ നീ പ്രാക്ടീസിന് പോകത്തില്ലേ? ഞാൻ പോയായിരുന്നു. പാട്ടെന്താന്ന് അറിയത്തില്ലേ? ഇല്ല, മറന്നുപോയി. മാനന്തരമാണോ? അല്ല, 3 ക്ലാപ്പ് അടിച്ചു തുടങ്ങും. എല്ലാം ക്ലാപ്പ് അടിയില്ലേ? അല്ല, ഒരു 3 ക്ലാപ്പുണ്ട്. 3 ക്ലാപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ നടക്കാൻ തുടങ്ങും. പിന്നെ കൈക്ക് വലിച്ചോണ്ട് പൊക്കോളുമല്ലോ അല്ലേ? അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. നമുക്കതൊന്നും നോക്കിയേ വേണ്ട. നമുക്കതൊന്നും നോക്കിയേണ്ട. ഞങ്ങൾ ഒരു ദിവസത്തെ രാവിലെ തൊട്ട് ഉച്ച വരെ എടുത്തുള്ളൂ. ഒരു 10:30 തൊട്ട് 12 മണി വരെ ഇരുന്ന് പഠിച്ചുള്ളൂ. 12 മണിയപ്പോൾ സ്കൂൾ വിട്ടു. ഞങ്ങൾ പിറ്റേ ദിവസം വരാനൊക്കെ വിചാരിച്ച്, പക്ഷെ പറഞ്ഞ് വള്ളം കളി ചെയ്യാണ്ട്. എത്ര ദിവസം ഉണ്ട് ഹോസ്റ്റല്? ഇന്നലെ ഉണ്ടായിരുന്നു. മീൻസ് വള്ളംകളിയുടെ അല്ല, അതിന് മുമ്പത്തെ ദിവസമില്ല, വെള്ളിയാഴ്ച ഉണ്ടായിരുന്നു ഓൾറെഡി. അത് കഴിഞ്ഞ് പിന്നെ മിസ്സുമാർ റാലിയായിട്ട് എവിടെയോ പോയി. അപ്പം ഞങ്ങൾക്ക് ഫുൾ ഡേ ഇല്ലായിരുന്നു, പകുതി. പ്രോഗ്രാം ഉള്ള പിള്ളേർക്ക് മാത്രം ഫുൾ ഡേ, അല്ലാത്തവർക്ക് പകുതി വെച്ച് നമ്മളെ വിട്ടു. പിന്നെ പ്രോഗ്രാം കാണാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. കുറച്ച് പിള്ളേരായിരുന്നു, കുറച്ച് പാരൻസ്. പിള്ളേരിങ്ങനെ ഒരുക്കാനൊക്കെ വെച്ചില്ലേ? ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പാരൻസ് വേണമെങ്കിൽ വന്നാൽ മതി, ഞങ്ങൾ ഒരുക്കി തരാൻ മതി. അതിനുള്ള സാമഗ്രികൾ മാത്രം കൊണ്ടുവന്നു. അല്ലെങ്കിൽ മണവാട്ടി നാളെ മലയാഞ്ചിയിലാണ് സ്റ്റേജിൽ കയറുന്നതായിരിക്കും. സമയത്ത് മിസ് അഞ്ച് മണി കഴിഞ്ഞു ഗൈസ്. അതുകൊണ്ട് പള്ളിയിൽ പോകണം. അതുകൊണ്ട് കിങ്ങിണിയുടെ ഞാൻ ഒരു കയ്യിൽ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പോയി. ബാക്കി എങ്ങനെയാണെന്ന് അറിയത്തില്ല. ബാക്കി എനിക്കൊന്നും ചേച്ചി ഇട്ട് കൊടുക്കുമായിരിക്കും, അല്ലെങ്കിൽ രാത്രിയാകുമ്പോൾ ഇട്ട് കൊടുക്കേണ്ടി വരും. എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തായാലും ഇപ്പോൾ പള്ളിയിൽ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. കുറച്ച് നേരം എനിക്ക് മെഹന്തി ഇടാൻ സമയം കിട്ടുള്ളൂ, കാരണം ഒട്ടും സമയമില്ലായിരുന്നു. അവൾ ഒട്ടും സമയമില്ലാത്ത സമയത്തായിരുന്നു വന്നത്. രാവിലെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പിന്നെയും എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാമായിരുന്നു. പിന്നെ മൈലാഞ്ചിയും കുറവായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു കയ്യിലിട്ട് കൊടുക്കാൻ പറ്റി. അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ കൊണ്ട് ഒരു കയ്യിലിട്ട് കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.